ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ സിനിമയുടെ വിജയാഘോഷമാണ്. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നത് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, എഴുത്തുകാർ, സംവിധായകൻ, അഭിനയിച്ചവർ എല്ലാം ഏറെ പ്രിയപ്പെട്ടവരാണ്. ജിനു റോളിലും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കൂടെ സരിഗമയുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട ഡാർവിനാണ്. അഭിനയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ടോവിനോ, മറ്റ് എല്ലാ എൻ്റെ സുഹൃത്തുക്കളും തന്നെയാണ്. അപ്പോൾ ഈ സിനിമ ലുലു മോളിൽ അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നപ്പോൾ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് ഇത്തരമൊരു വിജയാഘോഷത്തിൽ അന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് അന്ന് പറഞ്ഞതാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഫലവത്തായിരിക്കുകയാണ്. സിനിമ കണ്ടുപിടിച്ചത് ലൂമിയർ സഹോദരന്മാരാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അവർ തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ സിനിമയിൽ എന്നും സഹോദരന്മാർക്ക് വലിയ പങ്കാണുള്ളത്. മലയാള സിനിമയെ അടിമുടി മാറ്റാനായിട്ട് വന്ന 2 സഹോദരന്മാരാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോൾവിനും ഡാർവിനും. ഇരട്ടകളാണ്. നമ്മൾ ഇരട്ട സംവിധായകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് സഹോദരങ്ങളല്ല, ഇത് ഇരട്ടകളാണ്. ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ഡാർവിൻ ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഡോൾവിൻ ആയിട്ടൊക്കെ ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ എഴുത്തുകാരുടെ സംഘടന നിർമ്മിച്ച കാപ്പ എന്ന സിനിമ ഞങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചത് ഡോൾവിനും ജിനുവും ചേർന്നിട്ടാണ്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഡോൾവിനെയും ഡാർവിനെയും അറിയാം. അവരോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, നിങ്ങൾ കുറേ നാൾ മലയാള സിനിമയിൽ ഒരു കറക്കം കറങ്ങുമെന്നും മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിനിമകൾ നിങ്ങളുടേതായി ഉണ്ടാകുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഈ സിനിമ. ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ സാജൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നത് കേട്ടു. ഒരു കുറ്റാന്വേഷണ കഥ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ പറയുകയും ഒരു പീരീഡ് മുഴുവനും ഏറ്റവും ഫലപ്രദമായി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ ജയിച്ചു വരുന്ന ഒരു നായകനല്ല അതിൽ. ആ നായകൻ ഫ്ലോഡാണ്. അയാൾ ഏറ്റവും അവസാനം പൂർണ്ണമായി വിജയിച്ചു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി വിജയിക്കാത്ത ഒരു നായകനാണ്. അത്തരമൊരു പ്രമേയം കൈകാര്യം ചെയ്യാൻ, അങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്യുന്നു. അവിടെ അത് സംവിധാനം ചെയ്ത് ഒരു വിജയമാക്കി തീർക്കാൻ ഡാർവിനും സാധിച്ചു. ഡോൾവിനും ഡാർവിനും എല്ലാ ഭാവങ്ങളും കൂടെ ചെയ്യുകയും ഈ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പേരാണ്. അത് ഇനി ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കെൽപ്പുള്ള പ്രൊഡക്ഷൻ ഹൗസായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്ന സിനിമയുടെ എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.